ഐക്കോണിക് മമ്മൂക്ക ഡയലോഗാണ്. അതിലാരും ഇതുവരെ എൻ്റെ ചോദിച്ചില്ല എന്താ മോനെ മമ്മൂക്ക പറഞ്ഞ ഡയലോഗില്ലേ, അതെന്തിനാ ഞാൻ പറയുന്നത്. അതൊരു റെസ്പെക്റ്റാണ്. അത് അവരത് എൻജോയ് ചെയ്യുന്നുണ്ട്. ശാന്തമീ രാത്രിയിൽ എന്ന് പറഞ്ഞൊരു പാട്ട് യൂസ് ചെയ്താലോ ലാലേട്ടാന്ന് മമ്മനെ നല്ല രസമായിരിക്കും. വേണമെങ്കിൽ അങ്ങനെ ഈഗോ ഉള്ള ആർട്ടിസ്റ്റുകളാണെങ്കിൽ ഒരിക്കലും അതെന്തിനാ, നമുക്ക് വേറെ നമ്മുടെ സിനിമയിലത്തെ തന്നെ പാട്ടുണ്ടല്ലോ. മമ്മൂക്ക ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ കാരണം മോഹൻലാലാണ്, മോഹൻലാൽ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ കാരണം മമ്മൂക്കയാണ്. ഞാൻ ലാലേട്ടൻ്റെ അടുക്കേ പോയിട്ട് ഞാനിങ്ങനെ പറഞ്ഞു ചോനാമണ്ട് കഞ്ഞി എടുക്കട്ടെ. എന്നാ കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്കാം. അത് കൊള്ളാം, അത് കൊള്ളാം. അപ്പം പുള്ളിയാണ് വേറെ എന്തൊക്കെ ട്രോളുണ്ടോ അന്നാ അതും യൂസ് ചെയ്യാം. എനിക്ക് സിനിമയാണ് വലുത്. ഞാൻ സിനിമയാണ് ഇഷ്ടപ്പെടുന്നത്. ആ സിനിമയിൽ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ നടൻ അല്ലെങ്കിൽ കുറച്ച് കൂടുതലുള്ള വലിയ നടൻ തന്നെയാണ് മോഹൻലാൽ. ലാലേട്ടനുമായിട്ട് നെക്സ്റ്റ് പ്രൊജക്റ്റ് ഞങ്ങൾ എന്നാണ്? ഞാനും രഞ്ജിത്തേട്ടനും ലാലേട്ടനും ഒക്കെ ഒരു കൊളാബറേഷൻ ഉണ്ടാവുകയാണെങ്കിൽ മിനിമം തുടരുവാണ് എക്സ്പെക്ട് ചെയ്യണം. ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക്. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ജാവ ഇപ്പം നമ്മുടെ അറിവിൽ തന്നെ ഒരുപാട് സിനിമകൾ അസിസ്റ്റ് ചെയ്ത, ഒരുപാട് കാലങ്ങളായിട്ട് സിനിമ മേഖലയിൽ നിൽക്കുന്ന ആളുകൾ സ്വന്തമായിട്ടൊരു സിനിമ ചെയ്യാൻ വേണ്ടി ഇപ്പോഴും കിടന്ന് കഷ്ടപ്പെടുകയാണ്. അപ്പോഴാണ് ഒരാൾ നേരെ വന്നിട്ട് സിനിമ എടുത്തിട്ട് സിമ്പിളായിട്ട് ഒരു ഹിറ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പോയത്. ചേട്ടൻ തന്നെ ഓപ്പറേഷൻ ജാവ. അപ്പോൾ ഒരു പ്രൊഡ്യൂസറോട് എങ്ങനെയാണ് പറഞ്ഞ് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത്? കാരണം എൻ്റെ ഉള്ളിലൊരു നല്ലൊരു തോട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് വേറെ പടങ്ങളൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഇത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. അതെങ്ങനെയാണ് ആ ഒരു കണക്ഷൻ കിട്ടിയത് അവരായിട്ട്? ഇല്ല, ഓപ്പറേഷൻ ജാവയുടെ സ്ക്രിപ്റ്റുമായിട്ട് ഞാൻ അങ്ങനെ അധികം പ്രൊഡ്യൂസർമാരുടെയൊന്നും പോയിട്ടില്ല. ആദ്യമായിട്ട് പോയ പ്രൊഡ്യൂസറാണ് ഈ പറയുന്ന വി സിനിമാസ് എന്ന് പറയുന്ന കമ്പനി. അവർ ഒന്നാമത് വൈക്കം റിലേഷൻഷിപ്പാണ്. ഞാൻ വൈക്കംകാരനാണ്, അവരും വൈക്കംകാരാണ്. അവരതിന് മുമ്പ് കുപ്രസിദ്ധ പയ്യൻ എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ വേറൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നല്ല സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് എന്നൊരു ഇൻഫർമേഷൻ കിട്ടി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പോകും. പക്ഷെ അത് ഭയങ്കര സിനിമാറ്റിക്കാണ് ആ അല്ലെങ്കിൽ എൻ്റെ മൂവ്മെൻറ്റ്. ഒരു 2019 ഒരു ഓണം സമയത്താണ്. അപ്പം ഞാൻ ഇങ്ങനെ 16 മുതൽ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ നിൽക്കുന്നു. 16, 17, 18 സ്ട്രഗ്ലിംഗ് സ്റ്റേജിലാണ്. അപ്പോൾ എനിക്കിനി ടൈമില്ല. ഓക്കെ. അപ്പോൾ ഞാൻ ഈ സ്ട്രഗ്ലിംഗ് ടൈമിലൊക്കെ സ്ക്രിപ്റ്റ് എഴുതി വർക്ക് ചെയ്ത് റെഡി ടു ഗോ എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ നിൽക്കുവാണെങ്കിൽ പോലും നമുക്കൊരു പ്രോപ്പർ ഫിനാൻഷ്യൽ ബാക്കപ്പ് ഒന്നുമില്ല. നമുക്ക് എന്താ പറയുക, ഇപ്പം നമ്മുടെ ധ്രുവങ്ങൾ ആ സിനിമയിലൊക്കെ ധ്രുവനക്ഷത്രം മറ്റേ കാർത്തിക് നരയും വേണ്ടിയിട്ട് അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തല്ലോ. അതേപോലെ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാനുള്ള സിറ്റുവേഷൻസ് ഒന്നും എൻ്റെ ഫാമിലിയിലില്ല. അപ്പം നമുക്ക് ഏതെങ്കിലും ഫണ്ടർ തന്നെ വരണം. അപ്പോൾ ആദ്യം ഒരു 20 ലക്ഷം രൂപയ്ക്കോ 25 ലക്ഷം രൂപയ്ക്കോ ക്രൗഡ് ഫണ്ടിങ്ങിൽ നമുക്ക് ഈ ഓപ്പറേഷൻ ജാവ ചെയ്താലോ എന്നുള്ള ആലോചനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എല്ലാം ഒന്നും നടക്കാൻ പോകുന്ന ഐഡിയകളൊന്നും അല്ലായിരുന്നു. എല്ലാവരും അവരവരുടെ സ്വാർത്ഥമായ ചിന്തകൾക്ക് പിന്നാലെ പോയി അതിനൊന്നും ഒരു റിസൾട്ട് ഉണ്ടാകാൻ പോകണില്ല എന്നൊരു ഫീൽ നമുക്ക് വരുമല്ലോ. അപ്പോൾ ആ ക്രൗഡ് ഫണ്ടിങ് ഐഡിയ എന്നൊക്കെ ഞാൻ മാറിയിട്ട് ഓക്കെ ഞാനൊരു പ്രൊഡ്യൂസറിൻ്റെ അടുക്കൽ പോയി സബ്ജക്റ്റ് പറയാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം കണക്ട് ചെയ്യുന്നതാണ്. അതും ഞാൻ അച്ഛൻ വഴി കണക്ട് ചെയ്യണം. അപ്പം അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് ഈ പറയുന്ന പോലെ വി സിനിമാസിലെ TS ഉദയൻ എന്ന് പറഞ്ഞ ആൾ. അപ്പം അങ്ങനെ കണക്ട് ചെയ്യാമെന്നും പറഞ്ഞാണ് നമ്മളവിടെ പോകുന്നത്. അങ്ങനെ പോയി ഒരു ഓണം ടൈമിൽ തിരുവോണത്തിൻ്റെ അന്ന് ഞാനും അച്ഛനും കൂടി സ്കൂട്ടറിലാണ് പോകുന്നൊരു ഞങ്ങളൊരു ജൂപ്പിറ്റർ നേരെ പോയി ഇവരുടെ അടുക്കൽ പോയി നിന്നു. അപ്പം ഇദ്ദേഹം തിരുവോണത്തിൻ്റെ അന്ന് ഈ പറയുന്ന പോലെ നമ്മുടെ വൈക്കം അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി അവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ ആ ഇറങ്ങുന്ന മൊമെൻറ്റിലാണ് ഞാനും അച്ഛനും കൂടി ചെല്ലുന്നത്. അപ്പം എന്താണെന്നൊക്കെ ചോദിക്കണം. ഞങ്ങളിങ്ങനെ ഒരു സബ്ജക്റ്റ് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പം പുള്ളിയുടെ ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി വൈക്കത്ത് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഒരാൾ തിരക്കേമായിട്ട് വരുന്നു. അപ്പം പുള്ളി വിചാരിക്കുന്നത് അത് വൈക്കത്തപ്പൻ കൊണ്ടുവന്ന് നിർത്തിയേക്കുന്ന ഒരാളാണെന്നാണ് ചിന്തിക്കുന്നത്. അപ്പം പുള്ളിക്ക് അതിൻ്റെതായ സന്തോഷവും ഒരു പ്രസരിപ്പും ഒക്കെ ഉണ്ടായിരുന്നു. പുള്ളി അത് നമുക്ക് ഇന്നിപ്പോൾ ഞാൻ അമ്പലത്തിലേക്ക് ഇറങ്ങുവാണ്. അപ്പം മകളൊക്കെ ഉണ്ട്, ആർദ്ര എന്ന് പറഞ്ഞൊരു മോളൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരെയൊക്കെ പരിചയപ്പെടുത്തി. അപ്പം മോനെ നമുക്കത് ഈ പറയുന്ന ചതയത്തിൻ്റെ അന്ന് കേൾക്കാം, എന്തായാലും ഇന്നിപ്പം തിരുവോണമൊക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ വളരെ സന്തോഷത്തോടെ പോയി. അപ്പം ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം കേൾക്കാമെന്ന് പറഞ്ഞ ഒരാൾ ആദ്യമായിട്ട്
സാധാരണ എല്ലാവരും ഒഴിവാക്കി വിടുകയൊക്കെ. ഇത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമുക്ക് ചെയ്യാം എന്ന് അല്ല കേൾക്കാമെന്നൊക്കെ പറയുന്നത് വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടി തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ചെന്ന് തിരിച്ചെത്തി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതെവിടെ വെച്ച് കാണാമെന്നോ എപ്പോൾ കാണാമെന്നോ ടൈമോ ഒന്നും എക്സൈറ്റ്മെൻറ്റ് ചോദിച്ചില്ല. അപ്പോൾ വീട്ടിൽ ചെന്ന് വൈഫിൻ്റെ ഇടയ്ക്ക് കാണാമെന്നൊക്കെ പറയുമ്പോഴാണ് വൈഫ് ചോദിക്കുന്നത് എപ്പം കാണാം. അപ്പോഴാണ് സമയം ചോദിച്ചില്ല, എപ്പോൾ കാണാമെന്ന് ചോദിച്ചില്ല, എവിടെ വെച്ചാൽ കാണാമെന്ന് ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. അദ്ദേഹത്തിന് ഒന്ന് കാണാം എന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഈ പറയുന്ന പോലെ ഒരു പ്രോപ്പർ ഫോൺ നമ്പർ എൻ്റെ ഇല്ല, വേറെ ആരൊക്കെ വഴി കണക്ട് ചെയ്തിട്ട് അത് ചെന്നേക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ ഫോൺ നമ്പറും മേടിക്കാൻ ഞാൻ മറന്നുപോയി. അപ്പം തന്നെ ഞാൻ തിരിച്ച് വണ്ടി എടുത്ത് നേരെ പുള്ളി വൈക്കത്തമ്പലത്തിലേക്കാണ് പോയേക്കണമെന്ന് പറയാൻ നേരെ വണ്ടി എടുത്ത് നേരെ അമ്പലത്തിലോട്ട് പോയി. വൈക്കത്തേക്ക് പോയി കണ്ടലോട്ട് വന്നപ്പോൾ പുള്ളി വീണ്ടും അമ്പലത്തിൽ ഇങ്ങനെ വാതിക്കൽ ഇങ്ങനെ തൊഴുതി ഇങ്ങനെ ദൈവമേ നല്ല വരുത്തണ തൊഴുതി നിൽപ്പുണ്ട്. അപ്പം ഞാനിങ്ങനെ സൈഡിൽ കൂടി പോയി പുള്ളിക്ക് ഒപ്പം ഇങ്ങനെ നിന്നിട്ട് സാർ നാളത്തെ സമയം എപ്പോഴാണ് സാർ? ഏതോ സിനിമയിലെ അവൻ പുള്ളി ഇങ്ങനെ ഇടങ്ങണിട്ട് നോക്കുമ്പോഴത്തേക്കും ഒരുത്തൻ്റെ ഇവനെ ഞാനിപ്പം പറഞ്ഞു വിട്ടല്ലേ. ഞാൻ പറഞ്ഞു സാർ സമയം ചോദിക്കാൻ മറന്നുപോയി സാർ, ടൈം ചോദിക്കാൻ മറന്നുപോയി സാർ. പുള്ളി നോക്കുമ്പോൾ വീണ്ടും വൈക്കത്തപ്പം കൊണ്ടുവന്ന് നിർത്തി. ഏതെങ്കിലും നല്ലൊരുത്തനെ മുമ്പിൽ കൂടെ നിർത്തണേ. അപ്പം പുള്ളി പറഞ്ഞു മോനെ നമ്മൾ 11 മണിയാകുമ്പോൾ കാണാൻ മോനെ. അപ്പം തന്നെ പുള്ളി തീരുമാനിച്ചു. അങ്ങനെ സമയം നമ്പരൊക്കെ തന്നു. അങ്ങനെ ഞാൻ അപ്പോൾ എനിക്ക് തിരുവോണത്തിന് അന്ന് 2 ദിവസം സമയമുണ്ട് ചതയത്തിലേക്ക് എത്താനായിട്ട് സമയം. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കഥ പറയാനൊക്കെ പ്രിപ്പയർ ആവുന്നു, ഞാൻ പ്രസൻറ്റേഷൻസ് ഉണ്ടാക്കുന്നു. ഈ ബിടെക് എംടെക് ഉള്ളതുകൊണ്ട് പുള്ളീനെ എങ്ങനെയെങ്കിലും ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്ത് ലാപ്ടോപ്പും പരിപാടികളൊക്കെ ആയിട്ട് ഞാൻ പോകുന്നു, ചെല്ലുന്നു. പുള്ളി ഓൺ ടൈമിലൂടെ ഉണ്ടാവുന്നു, കാണുന്നു. ഞാൻ ഈ പറയുന്ന പോലെ ലാപ്ടോപ്പൊക്കെ തുറന്നു വെച്ചിട്ട് വളരെ പ്രൊഫഷണലായിട്ട് സിനോപ്സിസ് എന്താ പറയുക എൻ്റെ ആ സിനിമയ്ക്ക് കിട്ടാൻ പോകുന്ന എക്സ്പോർട്സ് എന്തൊക്കെയാണ്, OTT സാധ്യതകൾ എന്തൊക്കെയാണ്. അന്ന് OTT ഒന്നും വന്നിട്ടില്ല, എന്നാലും അന്ന് എൻ്റെ റിസർച്ചിൽ OTT ഒക്കെ ഉണ്ട്. ഈ സിനിമയ്ക്ക് ഒരു നാഷണൽ അറ്റൻഷൻ കിട്ടാൻ സാധ്യതയുള്ള സിനിമയാണ്. സൈബർ കണ്ടന്റ് വെച്ചിട്ട് അങ്ങനെ ഇന്ത്യയിൽ വലിയ സിനിമ അന്ന് ജാംതാര പോലും ഇറങ്ങിയിട്ടില്ല. അപ്പം എനിക്കത് അറിയാനും പാടില്ല. അപ്പം അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ ആയിരിക്കും ഈ വരാൻ പോകുന്ന സൈബർ കൈൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഞാൻ പുള്ളിക്കിനെ അങ്ങോട്ട് എക്സൈറ്റ്മെന്റ് കൊടുമുടിയിൽ എത്തിക്കുകയാണ്. നമുക്ക് വന്ന് കഥ പറയാൻ പറയുമ്പോൾ ഞാൻ ഈ പ്രേമത്തിൻ്റെ എപ്പിസോഡ് മാത്രമേ പ്രോപ്പറായിട്ട് പറഞ്ഞുള്ളൂ. അപ്പോൾ ഇതേപോലത്തെ 2-3 സ്റ്റോറി ടെല്ലിംഗ് ആയിരിക്കും സാറിന്. അപ്പം എനിക്ക് പറയാൻ ആർട്ടിസ്റ്റ് ഇല്ല, എനിക്ക് പറയാൻ ടെക്നീഷ്യൻസ് ഇല്ല, മ്യൂസിക് ഡയറക്ടർ ആരുമില്ല. ഒരു ഡയറക്ടർ ആൻഡ് സ്ക്രീൻ പ്ലേ, അതും ഇതുവരെയും സിനിമകളൊന്നും ചെയ്ത് പരിചയമില്ലാത്ത ഒരാളെന്ന രീതിയിലാണ് ഈ TS സുധേൻ എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്ത് നിൽക്കുന്നത്. പുള്ളി മോനെ ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു മോനെ നമ്മളിത് ചെയ്യാം, നമുക്കിത് ചെയ്യാം, അതിൻ്റെ പരിപാടികളൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ കമ്പനിയിൽ നിന്ന് വേറെ ആളുകളൊക്കെ വിളിച്ചോളൂ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ആ സിനിമ സ്റ്റാർട്ട് ചെയ്തത്. വിത്തിൻ 1 മന്ത് തന്നെ. അപ്പോൾ ഒരു പത്മ ഉദയ് എന്ന് പറയുന്ന സാറിൻ്റെ വൈഫുണ്ട്, അവരാണ് അതിൻ്റെ ഒരു മാനേജിങ് ഡയറക്ടറില്ല ഈ വി സിനിമാസിൻ്റെ. മാമിനെ പോയി കാണുന്നു, മാമിൻ്റെ അടുക്കൽ നമ്മൾ കഥ കംപ്ലീറ്റ്ലി പറയുന്നു. മാം ഭയങ്കര എക്സൈറ്റഡ് ആവുന്നു. അങ്ങനെ മാമാണ് എനിക്ക് ആദ്യമായിട്ട് അഡ്വാൻസ് കയ്യിൽ വെച്ച് തരുന്നത്. എത്ര രൂപയാണ് ഫസ്റ്റ് അഡ്വാൻസ്? 50,000. 50,000. അതെ, 50,000 ആണ് വന്നത്. ഭയങ്കര എന്താ പറയുക, മാം എനിക്കിപ്പോഴും ഭയങ്കര എവിടെ എന്ത് പരിപാടി ചെയ്യുമ്പോഴും ആ 50,000 വെരി വാല്യുബിൾ. ലൈഫിൻ്റെ ഒരു ചേഞ്ച് അവിടെ നിന്ന് തുടങ്ങുകയല്ലേ. ഇത് ഓണായി കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ ആർട്ടിസ്റ്റുകളിലേക്ക് എത്തിയത് എല്ലാവരും തുടക്കമല്ലേ എല്ലാം ആ ടൈമിൽ. അപ്പോൾ അതൊക്കെ എങ്ങനെയായിരുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട്? നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഒരു ആർട്ടിസ്റ്റുകളും എന്നെ വിശ്വസിക്കുന്നില്ല. പിന്നെ ഞാൻ ഒരുപാട് ആർട്ടിസ്റ്റുകളെ കോൺടാക്ട് ചെയ്യാൻ നോക്കി, അവർക്ക് മെസ്സേജ് അയക്കാൻ നോക്കി, ഇവരാരും റിപ്ലൈ തരുന്നില്ല. ചില ആൾക്കാരെ നമ്മൾ പ്രൊഡക്ഷൻ കൺട്രോൾസ് വഴി കണക്ട് ചെയ്യും. അപ്പോൾ അവർക്കൊക്കെ ഞാൻ എന്തിന് ഈ പടം ചെയ്യണം, അവൻ ആരാ, അല്ലെങ്കിൽ ചില അവർക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അമൽ നീരദിൻ്റെ പടം ഉണ്ടാവും, അല്ലെങ്കിൽ അമൽ നീരദിൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ പടം ഉണ്ടാവും, അല്ലെങ്കിൽ അൻവറിക്കയുടെ പടം ഉണ്ടാവും, അല്ലെങ്കിൽ വെൽ നോൺ ആയിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന പല ആളുകളുടെയും പടം ഉണ്ടാവും. ആ കൂട്ടത്തിലേക്ക് ഞാനൊരു പടമായിട്ട് വരുമ്പം അവർക്ക് ആ സബ്ജക്റ്റ് കേൾക്കാൻ പോലുമുള്ള ഒരു ധൈര്യമോ ക്ഷമയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ചില ആളുകൾ പറയും വേറെ ടെക്നീഷ്യനോട് സംസാരിക്കും, ആ ടെക്നീഷ്യൻ ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ കേൾക്കാം എന്നൊക്കെ പറയുന്ന ഒരു സ്ട്രഗിളിങ് സ്റ്റേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം എൻ്റെ പ്രൈമായിട്ടുള്ള ആക്ടേഴ്സൊക്കെ തന്നെ ആയിരുന്നു ഓപ്പറേഷൻ ലെവൽ ആദ്യം നമ്മൾ ആലോചിച്ചത്. കാരണം ഇതൊരു ബിസിനസ് കൂടിയാണല്ലോ. ഒരു സ്റ്റേജ് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നടക്കില്ല. കാരണം ഇവരാരെ എന്നോട് സംസാരിച്ചല്ലേ എനിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവർക്ക് സംസാരിക്കാനുള്ള സ്പേസ് പോലും എനിക്ക് കിട്ടുന്നില്ല. അപ്പോഴും ആണ് ഓപ്പറേഷൻ ജാവ എന്ന് പറയുന്നത് ഒരു അൺസങ് ഹീറോസിൻ്റെ കഥയാണ്. അതായത് ലൈഫിൽ ജയിക്കാൻ വേണ്ടി കൊതിക്കുന്ന, അല്ലെങ്കിൽ ലൈഫിൽ എങ്ങും എത്താണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ കഥയാണ്. അപ്പം നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ കാസ്റ്റ് ചെയ്തുകൂടാ എന്നുള്ളതിൽ നിന്നാണ് ഇത് റീതിങ്ക് ചെയ്ത് തുടങ്ങുന്നത്.
അങ്ങനെ റീത്തിങ് ചെയ്തപ്പോഴാണ് ലുക്മാൻ കയറി വരുന്നത്. അപ്പോൾ ലുക്മാൻ ഒന്ന് ഉണ്ട എന്ന് പറഞ്ഞ സിനിമ ചെയ്ത് ഉണ്ടയിലൊരു രസമുള്ള റോളൊക്കെ ചെയ്തുകൊണ്ട് ഇവനൊരു ഹീറോ മെറ്റീരിയൽ ആണല്ലോ, ഇവനെ ആളുകൾക്ക് ഇഷ്ടപ്പെടാവുന്ന ഫീച്ചേഴ്സ് ഉള്ള ഒരുത്തനാണല്ലോ, ഇവൻ ഇമോഷണൽ ഒരു ആക്ടറാണല്ലോ എന്ന് പറഞ്ഞാൽ ലുക്മാനെയാണ് ഞാൻ ആദ്യം കണക്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റ്. അതും കൗതുകമുള്ള ഞാൻ ലുക്മാനെ കോൺടാക്ട് ചെയ്യാം, ലുക്മാനെ വിളിക്കാം, ലുക്മാന് മെസ്സേജ് അയക്കാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ എപ്പോഴോ ലുക്മാനും വാട്സപ്പിലൊരു മെസ്സേജ് അയച്ചു. അപ്പം ലുക്മാൻ എടുക്കുമ്പോൾ ഞാൻ മലബാറിലൊരു പടത്തിന് ഷൂട്ടിലാണ്, കൊച്ചിയിൽ വരുമ്പോൾ ഞാൻ മച്ചാനെ തിരിച്ച് വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ വിളിച്ചൊന്നുമില്ല. അപ്പോൾ ഞാൻ ലുക്മാൻ എന്താണ് വിളിക്കാത്തതെന്ന്. അപ്പോൾ എൻ്റെ ഡെയിലി പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വീട്ടിൽ നിന്ന് വൈക്കത്താന്ന് ഞാൻ രാവിലെ വൈക്കുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങും, ഒപ്രോം മാളിൽ വന്നിരിക്കും. എന്നിട്ട് അവിടെ നിന്നാണ് ഈ ആൾക്കാരൊക്കെ വിളിക്കണേ, ടെക്നീഷ്യനെ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനൊക്കെ ടീം ഉണ്ടാക്കുന്ന എൻ്റെ ഓഫീസ് ഒബ്രോൺ മാളിലെ ഫുഡ് കോർട്ടാണ്. അപ്പോൾ അവിടെ ഇരുന്നാണ്. അപ്പോൾ അവിടെ നിന്ന് നിരാശപ്പെട്ട് തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങി എസ്കലേറ്ററിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പം ലുക്മാൻ മേളിലോട്ട് കയറി പോകുന്നു. അപ്പം ലുക്കു എന്നൊക്കെ ഞാൻ വിളിക്കുന്നുണ്ട്. അപ്പം ലുക്കു അവിടെ നിന്ന് മുകളിലോട്ട് കയറി. ലുക്കുവിന് എന്നെ മനസ്സിലാകുന്നത് കാരണം ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടേ ഇല്ല. ഞാൻ തിരിച്ച് അവൻ കയറിപ്പോയി എസ്കലേറ്ററിൽ നേരെ തിരിച്ച് മുകളിലോട്ട് കയറി. ലുക്കു ഞാൻ തരുൺമൂർത്തിയാണ്, ഞാനാണ് മെസ്സേജ് അയച്ചത്. മച്ചാനെ ഞാൻ സബ്ജക്റ്റ്. അപ്പോൾ നീയാണ് ഹീറോ എന്ന് ഇവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവനെ ഹീറോ ആക്കിയിട്ട് ആര് സിനിമയും ഇവൻ ഏത് മണ്ടനാണെന്നാണ് അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അങ്ങനെ അളിയ ഞാനൊരു കഥ പറയാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ലുക്കുവിനെ ആ ഫുഡ് കോർട്ടിലിരുത്തി ഈ സ്റ്റോറി ഫുൾ ഞാനൊരു നറേഷൻ കൊടുത്തു. അപ്പം ലുക്കുവിനെ ആദ്യമായിട്ടാണ് ലുക്കുവിനെ ഒരു നായകൻ എന്ന് പറഞ്ഞൊരാൾ ഇത്രയേറെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു നറേഷൻ കൊടുക്കുന്നു. ബാക്കി എല്ലാവരും ചെറിയ അവൻ്റെ ക്യാരക്ടർ എന്താണെന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു ഡയറക്ടർ ഇരുന്നിട്ട് ഇവനാണ് ഹീറോ എന്നും പറഞ്ഞ് ഒരു നറേഷൻ കൊടുക്കണം. അപ്പോൾ അവന് ഭയങ്കര എക്സൈറ്റഡ് ആയി. അപ്പോൾ ഇത് ഓണാക്കണം എന്ന് അവനും തോന്നി തുടങ്ങി. അങ്ങനെയാണ് അപ്പം നമ്മൾ ലുക്കുവിൻ്റെ കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റിന് വേണ്ടിയുള്ള ഓപ്ഷൻസ് ഒക്കെ തുടങ്ങി. അന്ന് അർജുന അശോകൻ്റെ ഒരു ഓപ്ഷൻ ആയിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഓപ്ഷൻസ് ആയിരുന്നു. പക്ഷെ അതൊന്നും വർക്കൗട്ടായി ഒന്നുമില്ല. അപ്പം ഈ സൈബർ സെല്ലിലുള്ള ബാക്കി ഉദ്യോഗസ്ഥരുടെ കാര്യം നോക്കി, വിനായകനെ കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശം നോക്കി, ഷൈൻഡോവിനെ കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശം നോക്കി. അങ്ങനെ ഇവരെയൊക്കെ ഇങ്ങനെ കാസ്റ്റ് ചെയ്ത് ഇപ്പം ഇർഷാദിനെ, ബിനു പപ്പുവിനെ, അലക്സാണ്ടർ പ്രശാന്തിനെ, അങ്ങനെ ഒരു സെറ്റൊക്കെ ജോയിനാണ്. അപ്പോൾ അപ്പോഴും ആൻ്റണി മാത്രമില്ല, ബാലു ചെയ്ത വേഷം മാത്രമില്ല. അപ്പം കാരണം ഇതൊരു ആർക്കും ഒരു കോൾ എടുക്കാൻ പറ്റണില്ല. ഞാൻ എന്തിനു ഈ പടം ചെയ്യണമെന്ന് അങ്ങനെ വിശ്വസിക്കാനായിട്ട് ഒന്നുമില്ല ബ്രോ. എൻ്റെ എനിക്ക് പറയാനോ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. കേൾക്കുന്നവർക്കൊക്കെ ഞെട്ടല്ലായിരിക്കും ഇവൻ ഏതാ കാരണം അവരൊക്കെ ഇതിനു മുമ്പ് ചിലപ്പം ചൂടുവെള്ളത്തിൽ വീണ പൂച്ചകളായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഇവർക്ക് ഇത് കൈ കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ അവസാനം ലുക്കുവിൻ്റെ ബാലു ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവുന്നതാണ്. അപ്പം ബാലു എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു എന്താ പറയുക അങ്ങനെ എക്സൈറ്റിംഗ് ആയിട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ടു ബി ഫ്രാങ്ക് ഞാൻ അവനോട് തന്നെ പറഞ്ഞു, ബാലു ഇങ്ങനെ കോമാളി വേഷങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഹ്യൂമറുകൾ ചെയ്ത് കൊച്ചി ഹ്യൂമറുകൾ ചെയ്ത് പോകുന്ന ഒരു ആർട്ടിസ്റ്റിന് അപ്പുറത്തേക്ക് ബാലുവിൽ എന്തുണ്ട് എന്നുള്ള ചോദ്യം. അപ്പം അപ്പോഴാണ് ഞാൻ ഇവനാണല്ലോ ചാന്തുകൊട്ടിലൊക്കെ പണ്ട് വില്ലൻ മറ്റേ കൊമ്പൻ കുമാരൻ്റെ ചെറുപ്പകാലമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവനൊരു ആക്ടർ, അന്ന് അവനൊരു ആക്ടർ ഉണ്ടായിരുന്നു. പിന്നെ ഒരു പക്ഷേ ഇങ്ങനെ ഹ്യൂമർ എന്ന് ഒതുങ്ങിപ്പോയതായിരിക്കാം. അപ്പം നമുക്ക് എന്തുകൊണ്ട് അവനൊരു ഇമോഷൻ കണ്ടെത്തിക്കൂടാ എന്ന് പറഞ്ഞ് ഞാൻ ബാലുവിനെ ഇടയ്ക്ക് കഥ പറയുകയാണ്. അപ്പം എനിക്ക് അതിൻ്റെ അത് ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് ബാലു എൻ്റെ ഇടയ്ക്ക് പറയുകയാണ്, മച്ചാനെ എൻ്റെ കൊച്ചി പരിപാടി കട്ട് ചെയ്ത് തരണം. ഇങ്ങോട്ട് പറയാം, എൻ്റെ കൊച്ചി പരിപാടി കട്ട് ചെയ്ത് തരണം. എനിക്ക് എൻ്റെ കൊച്ചി അബ്രോ പരിപാടികളൊക്കെ കട്ട് ചെയ്ത് എനിക്കൊരു സിനിമയിൽ ഒരു ആക്ടറായിട്ട് അഭിനയിക്കണം, എനിക്കിതിലൊരു പരിപാടി ഉണ്ടെന്നൊരു ആക്ടർ എൻ്റെ ഇടയ്ക്ക് പറയുന്നതെന്നാണ് പിന്നെ ആ ടീം കംപ്ലീറ്റ്ലി ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ ബാലു കയറി, ലുക്ക് കയറി. പിന്നെ ബാലുവിൻ്റെ ഓരോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ബാലു തന്നെ സ്വയം അവനൊരു ആക്ടർ ഉണ്ടെന്ന് അവൻ നമ്മളെ പ്രൂവ് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം സോഫാർ അവർ രണ്ടുപേര് ഹീറോസായിട്ട് അഭിനയിച്ചിട്ട് ഒരു പടം വലിയ ഹിറ്റായി. അതിന് കാണാൻ ആളുകൾ കോവിഡിന് ശേഷം 80 ദിവസം തിയേറ്ററിൽ ആ പടം ഓടി. അതിൻ്റെ അകത്തുള്ള എല്ലാ ടെക്നീഷ്യൻസിനും ഒരു ലൈഫായിരുന്നു ആ സിനിമ. തീർച്ചയായിട്ടും ലുക്കു അടക്കം ബാലു ഇവൻ മമിതാ ബൈജുവിനടക്കം ആ സിനിമ ഭയങ്കരമായിട്ടൊരു ലൈഫ് ചേഞ്ചിങ് ആയിരുന്നു. അതെ എല്ലാവരും എനിക്കടക്കം. അതെ മൊത്തത്തിൽ ഇൻഡസ്ട്രിയിൽ തന്നെ അത് ഭയങ്കര. കാരണം കോവിഡ് കഴിഞ്ഞ് എങ്ങനെയായിരിക്കും ആൾക്കാർ സിനിമേനെ സ്വീകരിക്കുക, ഒരുപാട് വെല്ലുവിളികൾ ശരിക്കും നേരിട്ടിട്ടാണ് വന്നത്. ശരിക്കും പറയാൻ വന്നേക്കുന്ന ആ സംഭവങ്ങളെല്ലാം ഭയങ്കര സിനിമാറ്റിക്കൽ, എല്ലാം ഒരു ഭയങ്കര രസമായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഇവിടെ എത്തി നിൽക്കുകയാണ്. ഇതിൽ തന്നെ ഒരു കാര്യം, അവിടെ തൊട്ട് ബിനു പപ്പു എന്ന് പറയുന്ന ഒരാൾ ഒരു കൂടെ തന്നെയുണ്ട്. എന്താണ് ബിനു പപ്പു ആയിട്ടുള്ളൊരു യാത്രയുടെ? അല്ല, ബിനുവിനെയും ഈ പറയുന്ന പോലെ ഈ ഓപ്പറേഷൻ ആവുന്ന സമയത്ത് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പം ബിനുവിനും ഈ പറയുന്നത് എന്നെ അറിയില്ല.
ബിനുവിന് ഞാൻ പോലീസ് വേഷം ഉണ്ടെന്നും പറഞ്ഞ് എൻ്റെ അന്നത്തെ എൻ്റെ ഡയറക്ഷൻ ടീമിലുണ്ടായിരുന്നത് മറ്റേ നെയ്മറിൻ്റെ ഒക്കെ ഡയറക്ടർ സുധി വഴിയാണ് ഞാൻ ബിനുവിനെ കണക്ട് ചെയ്യണം. ബിനുവിനോട് സുധിയാണ് സംസാരിക്കുന്നത്, പോലീസ് വേഷമാണ് ചേട്ടാ എന്നുള്ളത് തന്നെ ബിനു അയ്യോ ഞാൻ ചെയ്യണില്ല, ഞാൻ ഇഷ്ടംപോലെ പോലീസ് വേഷം ചെയ്ത് ഇനി പുതിയ പോലീസ് വേഷവും ചെയ്യാൻ താല്പര്യമില്ല എന്നുകൊണ്ട് ബിനു അത് ഫോൺ കട്ട് ചെയ്ത് തന്നു. പിന്നെ ഞാൻ ബിനുവിനെ വിളിച്ചു. അപ്പോൾ എനിക്ക് ബിനുവിൽ എക്സൈറ്റഡ് ആവുന്ന ഹെലനിലെ ഒരു ക്യാരക്ടർ ഉണ്ട്. ഹെലനിലെ ലാസ്റ്റ് വന്നിട്ടൊരു പോലീസ് വേഷം ചെയ്യണമെന്നാണ് ഞാൻ ബിനുവിൽ എക്സൈറ്റഡ് ആണ്, ഇയാൾ കൊള്ളാലോ എന്നാണെന്നുള്ള ഇതിൽ ബിനുവിൻ്റെ ഇടയ്ക്ക് വിളിച്ചിട്ട് ആദ്യം പറഞ്ഞു ബിനു ചേട്ടാ പോലീസാണ് പക്ഷേ യൂണിഫോം ഇല്ല അങ്ങോട്ട് അപ്പം ബിനുവിൻ്റെ ഒരു പകുതി പ്രശ്നം കഴിഞ്ഞു. കാരണം ബിനുവിനെ എല്ലാവരും യൂണിഫോമിൽ പ്ലേസ് ചെയ്ത് ആസ്ഥാന മലയാള സിനിമയ്ക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. പോലീസ് ആണെങ്കിൽ പിന്നെ സ്ഥിരം പോലീസായിരിക്കും. അപ്പം ഞാൻ യൂണിഫോം ഇല്ല, ഇത് വേറൊരു പരിപാടിയാണ് ബിനു ചേട്ടാ, ഇതൊരു കുറച്ചും കൂടി റോ ആയിട്ട് നടക്കേണ്ട കുറച്ചും കൂടി നമ്മൾ കാണാത്ത കൈൻഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെയാണ്, നിങ്ങൾ ചെയ്താൽ നന്നാവും എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ബിനുവിനെ ഞാൻ പരിചയപ്പെടുന്നത്. ഓക്കെ, അതിന് മുമ്പ് ബിനുവിനെ പരിചയമില്ല. പിന്നെ നമ്മൾ വർക്ക് ചെയ്തപ്പോൾ പല കണക്ഷൻസ് തോന്നുമല്ലോ, ചില ഗീവ് ആൻഡ് ടേക്കുകൾ നല്ലതാണ്, നമ്മളൊക്കെ ഏതാണ്ട് ഒരേ വഴിയിൽ ആളുകളാണെന്നൊക്കെ ഒരു ഫീല് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ തോന്നി. അങ്ങനെ ജാവയ്ക്കൊപ്പം ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു ആസ് ആൻ ആക്ടറായിട്ട്. ജാവ റിലീസായി അതിൻ്റെ ഹാപ്പിനെസ്, സന്തോഷം, അതിൻ്റെ ഹിറ്റൊക്കെ ആഘോഷിക്കാനും ഒക്കെ പിന്നെ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് രണ്ടാമത്തെ സിനിമ എടുത്തപ്പോൾ ഞാൻ ബിനുവിനെ അങ്ങനെ കാസ്റ്റ് ചെയ്യണമെന്ന് ആലോചിച്ചൊന്നുമില്ല. ഞാൻ ബിനുവിന് പകരം ആദ്യം റോഷൻ ആൻഡ്രൂസിനെ കാസ്റ്റ് ചെയ്യാൻ ആലോചിച്ചത്. റോഷൻ ആൻഡ്രൂസിനെ കാസ്റ്റ് ചെയ്ത് ഞാൻ കഥയൊക്കെ പറഞ്ഞ് എല്ലാം ഓക്കെ ആയി. പക്ഷേ അന്ന് എനിക്ക് തോന്നുന്നു സല്യൂട്ടിൻ്റെ ഷൂട്ടോ എന്തോ നടക്കുന്ന കാരണം, സല്യൂട്ടാണോ എന്തോ സല്യൂട്ടിൻ്റെ റിലീസ് എടുത്ത് വരുവാണ്. അപ്പം റോഷൻ സാറ് ഞാൻ പറയുന്ന ഡേറ്റിൽ എത്താൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻലെസ് വന്നപ്പോഴത്തേക്കാണ് ഞാൻ ബിനുവിനെ വീണ്ടും ചിന്തിക്കുന്നത്. അപ്പം ബിനു എൻ്റെ ഇടയ്ക്ക് കഥ കേൾക്കാൻ വന്നപ്പോഴത്തേക്കും ബിനു ഈ കഥ കേട്ട് എൻ്റെ ഒരു വർക്കിംഗ് പ്രോസസ്സൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബിനുവിനോട് ചോദിച്ചു ഞാൻ എൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് വേണ്ട, നിങ്ങൾ അഭിനയിച്ചാൽ മതി, അസിസ്റ്റൻ്റായിട്ടൊക്കെ നമ്മൾ ഓൾറെഡി പിള്ളേരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ. അങ്ങനെ ബിനു വന്നാൽ പിന്നെ നോക്കണമെന്ന് പറഞ്ഞ് പോയി. ഷൂട്ടിങ് തുടങ്ങി. അത് ഒമിക്രോൺ വേരിയൻ്റ് ഒക്കെ ഇറങ്ങുന്ന സമയത്ത് ഞാനാണെങ്കിൽ കോവിഡ് സ്പെഷ്യലിസ്റ്റാണ്. ഫസ്റ്റ് പടം റിലീസ് ചെയ്യണ കോവിഡിൽ, സെക്കൻഡ് പടം അപ്പോൾ ഈ രണ്ടാമത്തെ പടം ഷൂട്ട് ചെയ്യണതും ഈ ഒമിക്രോൺ വേരിയന്റ് ഹൈ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഫസ്റ്റ് ദിവസം തന്നെ സെറ്റിൽ വരാത്ത അവസ്ഥ. അന്ന് ഭയങ്കര ഇതാണല്ലോ, മുറിക്കകത്ത് പൂട്ടിയിടണം, പുറത്തിറങ്ങാൻ പാടില്ല, ഒരുപാട് ആള്. അപ്പം എൻ്റെ ഒരു വലിയ ഹാഫ് സൈഡ് തന്നെ ഇല്ലാണ്ടായിപ്പോയി. അപ്പം ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തു ഫസ്റ്റ് ടൈം ഉള്ള ഷൂട്ട് ഫുൾ ഓഫ് ചെയ്യാൻ. എനിക്ക് അങ്ങനെ ഒരു സ്മൂത്ത് ആവുന്നില്ല. അപ്പം ഞാൻ ബിനു അന്ന് ജോയിൻ ചെയ്തിട്ടില്ല. ബിനു 10 ദിവസം കഴിഞ്ഞിട്ട് സെറ്റിൽ ജോയിൻ ചെയ്യുള്ളൂ. പിന്നെ എല്ലാം തമ്മിൽ ഒരു സിങ്ക് ആയി വരാൻ ഒരു ഭയങ്കര പ്രശ്നങ്ങൾ ഒക്കെ തോന്നി, ഒന്നും വർക്കൗട്ട് ആകുന്നു. അങ്ങനെയാണ് ഞാൻ ബിനുവിനെ വീണ്ടും വിളിക്കും. ബിനു അന്ന് എന്നോട് ചോദിച്ചില്ലായിരുന്നോ അസിസ്റ്റൻ്റ് ആവട്ടെ എന്ന്. അപ്പോൾ അത് ഞാൻ വീണ്ടും ഓപ്പൺ ചെയ്യും. അപ്പം നിന്നോട് ഞാൻ ചോറ് തന്നെയല്ല അന്ന് ചോദിച്ചു എന്ന് ചോദിച്ചു. പിന്നെ ബിനു വന്നപ്പോൾ അത് ബിനു വന്നതിൻ്റെതായ മാറ്റങ്ങൾ സൗദി വെള്ളക്കലുണ്ട്. കാരണം പെട്ടെന്ന് കാര്യങ്ങൾ കോർഡിനേറ്ററായി, ഒറ്റക്ക് പുള്ളി കുറേ കാര്യങ്ങൾ ഷോൾഡർ ചെയ്ത് എനിക്ക് വേണ്ടതല്ല അടുപ്പിച്ച് തന്നു. പിന്നെ നമ്മുടെ പയ്യന്മാരൊക്കെ എത്തി. അപ്പോൾ അവരെല്ലാം കൂടി വന്നത് പിന്നെ ഫുൾ സ്വാഗിലായി. അപ്പം ആ ബിനു എനിക്കൊരു ഭയങ്കര സപ്പോർട്ടായിരുന്നു സൗദി വെള്ളക്കൽ. അങ്ങനെ ആ സപ്പോർട്ട് തുടർന്നു. അതുപോലെ തന്നെ സാർ ഒറ്റ കാര്യം, ഈ സിനിമ കഴിയുമ്പോൾ മോഹൻലാലിന് എഴുതിയിട്ട് അടിയിൽ തുടരും എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അതായത് ലാലേട്ടൻ ഇനി ഇവിടുന്ന് അങ്ങോട്ട് തുടരും, അതാണ്. അപ്പോൾ ഈ സിനിമ പുറത്തിറങ്ങി ഇത് ഹിറ്റാണോ, ഇത് സൂപ്പർ ഹിറ്റാണോ, ഇതൊന്നും ആദ്യമേ തന്നെ ഇതിപ്പോൾ ആർക്കും അറിയില്ല. പക്ഷെ തനിച്ചേട്ടൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ടത് തുടരും. അപ്പോൾ ഈ ഒരു കോൺഫിഡൻസ് ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? കോൺഫിഡൻസ് ആണ്. ഇപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുമ്പോൾ ഓപ്പറേഷൻ ജാവ കോവിഡിന് ശേഷം ഇറങ്ങുവാണ്. വിജയിക്കുമെന്ന് അറിയില്ല. പുതിയ ഡയറക്ടറാണ്, ടോട്ടൽ ന്യൂ ക്രൂ ആണ്. എന്ത് ചെയ്ത് ടു ബി കണ്ടിന്യൂഡ് എഴുതി അങ്ങനെ തോന്നുവാണ് നമുക്ക്. ടു ബി കണ്ടിന്യൂഡ് എന്ന് എഴുതാം, അതിന് സെക്കൻഡ് പാർട്ടിന് സാധ്യതയുണ്ട് എന്ന് തോന്നിയിട്ട് അത് അങ്ങനെ സ്ക്രിപ്റ്റിലേ ടു ബി കണ്ടിന്യൂഡ് എന്ന് എഴുതിയേക്കണം. പക്ഷെ ഇനി ഒരു കാര്യം അറിയാമോ, ഇനി ഇതേപോലെ എന്ത് തമാശക്ക് തോന്നിയത് അല്ലെങ്കിൽ വെറുതെ എഴുതിയാലും ആൾക്കാർ വിശ്വസിക്കും. അന്നും പറഞ്ഞത് ശരിയായി, ഇന്നും ശരിയായി. തുടരും എഴുതാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടരും എന്നുള്ള ടൈറ്റിൽ ഫിക്സ് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ തുടക്കത്തിൽ പടം തുടങ്ങുമ്പം തുടരും, ഇന്റർവെല്ലിൽ തുടരും, പടം തീരുമ്പോഴും തുടരും. ഇതായിരുന്നു നമ്മുടെ ഐഡിയ. അപ്പം പടം തുടങ്ങുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ആനക്കൂട്ടങ്ങൾക്കിടയിൽ തുടരും, ഭയങ്കര വൃത്തിയുള്ളൊരു ടൈറ്റിലായിട്ട് എഴുതി കാണിക്കുന്നു. അതേ ടൈറ്റിൽ തന്നെ അതേ കാട്ടിൽ വേറൊരു സിറ്റുവേഷനിൽ തുടരും വിത്ത് ബ്ലഡ് സ്റ്റെയിൻസ് കാണിക്കുന്നു. അതേ തുടരും വേറൊരു വൈഡിൽ വിത്ത് തുന്നിക്കെട്ടൽ കാണിക്കുന്നു. ഇതായിരുന്നു എൻ്റെ എക്സൈറ്റ്മെൻറ്റ്. പിന്നെ നമ്മൾ പടം എഡിറ്റ് ചെയ്ത് കാണുവാണല്ലോ, ഇങ്ങനെ എഡിറ്റ് ചെയ്ത് അപ്പം നമ്മൾ എന്നെ ഷഫീഖ് എഡിറ്റ് ചെയ്ത് കാണിക്കുമ്പോഴും പടം തീരുമ്പോൾ തുടരും
ടൈറ്റിൽ എഴുതി കാണിച്ചു, ഇംഗ്ലീഷ് ടൈറ്റിൽ എഴുതി കാണിച്ചു. മോഹൻലാൽ, തരുൺമൂർത്തി, രഞ്ജിത്ത്, രഞ്ജിത്ത്, ഷാജികുമാർ എന്ന് പറഞ്ഞ് എഴുതി പോകുന്നതായിരുന്നു പാറ്റേൺ. അപ്പം തുടരും കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് ടൈറ്റിലും മാറുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഡിസൈൻ ചെയ്തിരിക്കുന്നതിൻ്റെ അപ്പം നമ്മൾ ഈ സിനിമ ആദ്യം പോലെ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് പടം കണ്ട് എഡിറ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാൽ സാറിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ പെർഫോമൻസുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തിയേറ്ററിലും ഓഡിയൻസിനും വർക്കൗട്ട് ആകും എന്ന് പറയുന്നൊരു കോൺഫിഡൻസ്, ഓവർ കോൺഫിഡൻസ് ആയിട്ട് ഞാൻ പറഞ്ഞ ക്രോർ ക്ലബ്ബുകളൊന്നും അല്ല ഞാൻ പറയുന്നത് നല്ല സിനിമയായിരിക്കും എന്ന് പറയുന്നൊരു പ്രതീക്ഷയുണ്ട്. അല്ലെങ്കിൽ ലാൽ സാറിൻ്റെ ആക്ടർ എന്നുള്ള രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള സിനിമയാണെന്നുള്ള കാര്യം ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ ലാൽ സാറിൻ്റെ ഈ കൊമേഴ്ഷ്യൽ സിനിമകൾ ഇമോഷണലി എൻഡ് ചെയ്യുന്നത് എപ്പോഴും പൊട്ടിപ്പോയിട്ടേ ഉള്ളൂ എന്ന് പറയുന്നൊരു തോട്ട് ഞാൻ ഈ ജഗദീഷേട്ടൻ്റെ ഇൻ്റർവ്യൂസൊക്കെ കാണുമ്പോൾ ചില ഇൻ്റർവ്യൂലൊക്കെ പറയേണ്ടത് അങ്ങനെ ഇമോഷണൽ ആയതുകൊണ്ടാണ് ആ പടം വിജയിക്കാഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിങ്ങനെ കിടപ്പുണ്ട്. ഈ ലാൽ സാർ ഇങ്ങനെ ലാസ്റ്റ് എല്ലാവരെയും ഉപേക്ഷിച്ച് പോകുന്നൊരു സീക്വൻസ് എന്ന് പറയുമ്പോൾ പോയറ്റിക്കാണ്, എന്നാൽ അതൊരു ഭയങ്കര സാഡ് എൻഡിങ് അല്ലേ. അത് അറിഞ്ഞോ അറിയാതെയോ അപ്പോൾ എന്ത് ഇതിനെ മാസാക്കാൻ പറ്റും, ഒരു ഹൈ മൊമെൻറ്റ് കിട്ടി ആളുകളെ എണീപ്പിച്ചെടുത്ത് കൈയടിപ്പിക്കണം, എന്ത് എലിമെൻറ്റിൽ ഇത് മാസ് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആ സീക്വൻസിൻ്റെ സ്വഭാവത്തിൽ മാസ് കൊണ്ടുവരാനേ പറ്റും. നമ്മൾ കോടതിയിൽ നിന്ന് കൊണ്ടുവന്ന് ഇറക്കി നടക്കണതിലൊക്കെ നമ്മൾ മാസ് BGM കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും ഫാമിലിയും ഇയാളും തമ്മിൽ കാണുന്ന മൊമെൻറ്റ് പോലും ഇത് ഇമോഷണലാണ്. അതെ, പിന്നെ അത് ആ ത്രൂ ഔട്ട് എൻഡ് വരെ ഇമോഷണലാണ്. അതിൻ്റെ ഇടയിൽ ഒരു മാസ് കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പം എങ്ങനെ ഇത് മാസ് കൊണ്ടുവരാൻ പറ്റും എന്ന് പറയുന്ന ചിന്തയിൽ നിന്നാണ് ഈ തുടരും എടുത്ത് ഇപ്പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞത് മാസമായില്ലേ എന്ന് നമുക്ക് തോന്നുന്നു. അതായത് ഇപ്പം മോഹൻലാലിനെ നേരെ പിടിച്ച് മുമ്പോട്ടിടുകയും തുടരും എടുത്ത് ഇപ്പുറത്തേക്ക് എടുത്തോടുകൂടി അത് ഓട്ടോമാറ്റിക്കലി മോഹൻലാൽ തുടരും എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടി ആയിട്ടത് മാറി കിട്ടി. അപ്പം അത് അറിഞ്ഞോ അറിയാതെയോ വന്ന് വീണതാണ് ആ സംഭവം. എല്ലാം ഏതായാലും വളരെ അതെനിക്ക് പ്രൊഡ്യൂസറോട് ഞാൻ പറയാം, എനിക്ക് ഈ സാഡ് എൻഡിങ്ങിൽ നിൽക്കുന്നതിനെ പറ്റി ഒരു കൺസേൺ അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നു. അത് കാരണം ഈ പടത്തിന് എന്തെങ്കിലും പറ്റുമോ എന്നും. അപ്പം ഒരു ദിവസം എന്താണ് തരുണേ, നമ്മൾ അൾട്ടിമേറ്റ് മാസല്ലേ പറഞ്ഞേക്കണത്, മോഹൻലാൽ തുടരും, അതിനപ്പുറത്തേക്ക് ഇനി എന്താ ഉള്ളത്. അപ്പോൾ അതും എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു. കാരണം രഞ്ജിത്തേട്ടനൊരു ഭയങ്കര ഫാൻ ബോയിയാണ്. അപ്പോൾ മോഹൻലാൽ തുടരും എന്ന് പറഞ്ഞത് കയ്യടിയാണെന്ന് ഷുവർന്ന് രഞ്ജിത്തേട്ടൻ സ്റ്റാമ്പ് ചെയ്ത് പറഞ്ഞു. കാരണം 35 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസിൽ ഇതിനേക്കാൾ വലിയൊരു മാസ് എൻഡിങ് വേറെ ഇല്ല. അടിപൊളി, അത് കറക്റ്റാണ് സാധനം. അതുപോലെ അതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന കുറേ സാധനങ്ങൾ ലാലേട്ടൻ ഒരു സെൽഫ് ട്രോള് പോലെ കഞ്ഞിയെടുക്കട്ടെ, മറ്റേ വെട്ടിയിട്ട വാഴത്തിൽ, ഇതൊക്കെ ലാലേട്ടൻ തന്നെ തന്നതാണോ, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തിട്ട്? ഇല്ല, താടി സീക്വൻസ് നമ്മൾ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. കാരണം എന്താ പറയുക, താടി ഇതിൻ്റെ അപ്പോൾ അത് രഞ്ജിത്തേട്ടൻ വഴിയാണ് ഞാൻ ഓപ്പറേറ്റ് ചെയ്തത്. രഞ്ജിത്തേട്ടൻ്റെ കൂടെ പോയി ക്യാരവാൻ്റെ അകത്ത് പോയി ലാലേട്ടനൊക്കെ ചോദിച്ചിങ്ങനെ സീക്വൻസ് അമ്മ നമുക്ക് ചെയ്യാൻ മോനെ, എല്ലാവരും ട്രോളൊന്നുമല്ലേ, നമുക്കും ട്രോൾ ചെയ്യേക്കാമെന്ന് പറഞ്ഞ് വളരെ ഈസി ആയിട്ട് അതൊന്നും ചെയ്തിട്ട് പോയി. അതൊന്നും അതിൻ്റെ അതൊരു മുഷിപ്പോ അല്ലെങ്കിൽ എന്തിനാ മോനെ അതിൻ്റെ ആവശ്യമുണ്ടോ ഒന്നും ചോദിച്ചിട്ടില്ല. താടി എല്ലാവരും താടീനെ വെച്ച് സാറിനെ കളിയാക്കുന്നുണ്ട്, അതിനൊരു ഉത്തരം പോലെ നമുക്ക് ഈ സീനെ കൂടെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി അത് ഭയങ്കര രസമായിട്ട് വന്ന് ചെയ്തിട്ട് പോയി. കഞ്ഞി സീൻ ഭയങ്കര എനിക്ക് തോന്നുന്നു ആ സീനൊരു സന്ധ്യക്കാണ് നമ്മൾ ഷൂട്ട് ചെയ്യണേ. ലൈറ്റപ്പൊക്കെ ഇങ്ങനെ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ സ്ക്രിപ്റ്റിൽ ആ സീൻ ഇല്ലെന്ന്, കഞ്ഞി സീക്വൻസ് ഇല്ലെന്ന് എനിക്ക് തോന്നി. എനിക്ക് ഓൺ സ്പോട്ടിൽ അവിടെ വെച്ച് ഞാൻ എൻ്റെ കൂടെയുള്ള സ്ക്രിപ്റ്റ് അസോസിയേറ്റ് ഉണ്ട് മോഹിത്തിനോട് ഞാൻ ഡിസ്കസ് ചെയ്തു. മോഹിത് നമുക്ക് ഇച്ചിരി കഞ്ഞി എടുക്കട്ടെ എന്ന് ചോദിച്ചാലോ. അപ്പോൾ അവൻ ചിരിച്ച് അവൻ ഞാൻ വർക്കാണ് ആ സമയത്ത് തടിച്ച് കഴിഞ്ഞാൽ വൻ വർക്കാണ്. അപ്പോൾ ഇത് ഞാൻ സുനിലിനോട് പറഞ്ഞ് ചെയ്യാം. അപ്പം ഈ ഷാജി ചേട്ടനാണല്ലോ ഒരു ട്രോമ ഉള്ളത്. ഷാജി ചേട്ടൻ ഓടിയൻ സമയത്ത് ഷൂട്ട് ചെയ്യാൻ ഷാജി ചേട്ടൻ വേണ്ട, അത് വേണ്ട, അത് ചിലപ്പം ബാഡ് ചെയ്യും. ഞാൻ നല്ലതായിട്ട് അത് സിറ്റുവേഷൻ വൈസ് ഭയങ്കര സിങ്കാണ്. കാരണം രാത്രിയിൽ ഒരാൾ വന്ന് കിടക്കുമ്പോഴത്തേക്ക് എന്തായാലും ഭാര്യ ചോദിക്കുമല്ലോ, അപ്പം നമുക്ക് അതുകൊണ്ട് ചോദിക്കാൻ ചേട്ടാ തോന്നുന്നു. അപ്പോൾ ഈ ലാലേട്ടൻ്റെ കൂടെയുള്ള മേക്കപ്പ് അസിസ്റ്റൻസ് അങ്ങനെയുള്ളൊരു ചേട്ടാ അത് വേണോ എന്നൊക്കെ ഷാജി ചേട്ടനൊക്കെ ചോദിക്കണം. അത് ഒരിക്കലും എല്ലാവരും കൂടി എയറിക്കേറ്റ് ചെയ്താണ്. ഇനി വീണ്ടും ഇത് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ആ എയറിക്കേറ്റ് ചെയ്തൊക്കെ ഇതോടുകൂടി തീരും, നിങ്ങൾ എന്നെ വിശ്വസിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ലാലേട്ടൻ്റെ അടുക്കൽ പോയിട്ട് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ ഭയങ്കര ഫോമായിരുന്നു, ഭയങ്കര രസിച്ച് കളിച്ച്. അപ്പോൾ ഞാൻ ലാലേട്ടൻ അങ്ങനെ കിടക്കുന്ന സമയത്ത് ചോനാൻ വന്നിട്ട് കഞ്ഞി എടുക്കട്ടെ എന്ന് ചോദിക്കും. എന്നാ പറയാ ഞാൻ കഞ്ഞി എടുക്കട്ടെ എന്ന് ചോദിക്കും. അത് കൊള്ളാം. അപ്പോൾ എൻ്റെ പറഞ്ഞത്, അപ്പോൾ എന്നോട് പറഞ്ഞു നമ്മളന്ന് ആ സിനിമയിൽ അതൊന്നും ഉദ്ദേശിച്ച് ചെയ്തതൊന്നുമല്ല, അതങ്ങനെ ഒരു പെർട്ടിക്കുലറായിട്ട് സീൻ്റെ സ്ക്രിപ്റ്റിൻ്റെ അത് വായിക്കുമ്പോൾ അത് ഭയങ്കര രസമുള്ള പരിപാടി. പക്ഷേ എങ്ങനെയോ അത് എടുത്ത് വന്നപ്പോൾ ആളുകൾക്ക് ട്രോളായിട്ട് മാറി. അപ്പോൾ അത് നമുക്കിവിടെ യൂസ് ചെയ്യാം. അതിങ്ങനെ
അപ്പം പുള്ളിയാണ് വേറെ എന്തൊക്കെ ട്രോളുണ്ട് നമ്മുടെ കയ്യിൽ, വേറെ എന്തൊക്കെ ട്രോളുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പം പിന്നെ സാറിനെ അങ്ങനെ കളിയാക്കിയിട്ടുള്ളത് വെട്ടിയിട്ട വാഴത്തണ്ടാണ് സാർ, എന്നാൽ അതും യൂസ് ചെയ്യാം എന്നാൽ അപ്പം എന്നാൽ പിന്നെ ഒരു സാർ ആദ്യം കഞ്ഞി എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ സാർ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടന്നിട്ട് എന്ത് അടി ഇതെന്ന് ചോദിക്കണം. അപ്പം ശോഭന മാം ചോദിക്കും ഇങ്ങനെ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടന്നാൽ മതിയോ എന്ന് ചോദിക്കും. അപ്പം പിന്നെ അത് അങ്ങോട്ട് എൻജോയ് ചെയ്ത് മാമിന് അറിയില്ലായിരുന്നു ആക്ച്വലി എന്താണ് ഈ കഞ്ഞി, എന്താണ് ഈ എന്താണ്. അപ്പം ഞാൻ എടുത്ത് യൂട്യൂബിൽ ആ ട്രോൾ എടുത്ത് കാണിച്ചു കൊടുത്തു, ഇങ്ങനെ സിനിമയിൽ ഇങ്ങനെ മഞ്ജു ചേച്ചി പറഞ്ഞപ്പോഴത്തേക്കും അത് ഇവിടുത്തെ ആളുകൾ അത് ട്രോളാക്കി മാറ്റി വെട്ടിയിട്ട വാഴത്തണ്ടും ഇങ്ങനെ തന്നെയാണെന്ന് 2 ട്രോളും വീഡിയോസ് അടക്കം കാണിച്ചു കൊടുത്തപ്പം ഓ ഇങ്ങനെയൊക്കെ ട്രോൾ ഉണ്ടല്ലേ ഇവിടെ എന്ന് പറഞ്ഞ് പിന്നെ അത് അങ്ങോട്ട് ചെയ്തു നല്ല രീതിയിൽ. ഏതായാലും ഒരുപാട് സാധനം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണെങ്കിലും ഒരുപാട് സാധനങ്ങളാണ് സാർ. ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സാറിൻ്റെ സിനിമകളിൽ ഇപ്പോൾ മമ്മൂക്കയുടെ പല സീക്വൻസും കൊണ്ടുവരുമ്പോൾ വളരെ രസകരമായിട്ടാണ് ശാന്തമി രാത്രിയിൽ ഉൾപ്പെടെ ഭയങ്കര രസകരമായിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ലാലേട്ടൻ്റെ ഇത് പല സ്ഥലങ്ങളിൽ ചർച്ച നടക്കുന്ന ഒരു കാര്യമാണ്. ഒരു ആസ് എ ഫാൻ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കും സാറിനോട്, ലാലേട്ടനെ പ്രസൻറ്റ് ചെയ്യുന്ന പല രീതികളിലും ഒരു ഇൻറ്റേർണലായിട്ട് വേറൊരു സാധനം കൊടുക്കുന്നുണ്ട്. അതായത് ഒരു സിനിമയിൽ പറയുന്നുണ്ട് ലാലേട്ടൻ മേനോനും മറ്റേ ഇതും മാത്രമേ ചെയ്യുള്ളൂ, മമ്മൂക്ക അങ്ങനെയല്ല എല്ലാം ചെയ്യും, ഇല്ല വേറൊരു രാഷ്ട്രീയം അതിനുള്ളിൽ ലാലേട്ടന് എതിരെ ഇങ്ങനെ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ സാറിന് എന്താ പറയാനുള്ളത്? ഞാൻ രണ്ടുപേരെയും റെസ്പെക്ട് ചെയ്യുന്നതാണ്. ഇപ്പം എനിക്ക് സിനിമയാണ് വലുത്, ഞാൻ സിനിമയാണ് ഇഷ്ടപ്പെടുന്നത്. ആ സിനിമയിൽ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ നടൻ അല്ലെങ്കിൽ കുറച്ച് ഇഷ്ടക്കൂടുതലുള്ള വലിയ നടൻ തന്നെയാണ് മോഹൻലാൽ. അതേപോലെ തന്നെ ലാലേട്ടൻ അവിടെ നിൽക്കാനുള്ള കാരണം ഇപ്പുറത്ത് മമ്മൂക്ക ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അത് തന്നെയാണ് അതിൻ്റെ സത്യവും. മമ്മൂക്ക ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ കാരണവും മോഹൻലാലാണ്, മോഹൻലാൽ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ കാരണവും മമ്മൂക്കയാണ്. അതാണ് അതിൻ്റെ സത്യമാണ്. അപ്പോൾ അതാണ് അതിൻ്റെ സത്യമായിട്ടുള്ള കാര്യം. അപ്പം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ശാന്തമി രാത്രിയിൽ എന്ന് പറഞ്ഞൊരു പാട്ട് യൂസ് ചെയ്താലോ ലാലേട്ടാന്ന് നമ്മനെ നല്ല രസമായിരിക്കും ശാന്തമി രാത്രിയിൽ ആ സ്പേസിൽ. വേണമെങ്കിൽ അങ്ങനെ ഈഗോ ഉള്ള ആർട്ടിസ്റ്റുകളാണെങ്കിൽ ഒരിക്കലും അതെന്തിനാ നമുക്ക് വേറെ നമ്മുടെ സിനിമയിലത്തെ തന്നെ പാട്ടുണ്ടല്ലോ എന്ന് പറയൂലേ. തീർച്ചയായിട്ടും. ഇതേവരെയും അങ്ങനെ ഒരു സ്ഥലങ്ങളിൽ പോയി ഇപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഞാൻ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്, ഒരു എന്താ പറയുക ചേരിക്കകത്തേക്ക് പിന്നെ മണിയനെ തപ്പി ഇവർ ഇറങ്ങുന്ന സമയത്ത് മമ്മൂക്ക ബിഗ് ബിയിൽ പറഞ്ഞൊരു ഡയലോഗ് ലാലേട്ടൻ കൂടെ പറയിക്കുന്നുണ്ട്. അവൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇത് ഐക്കോണിക് മമ്മൂക്ക ഡയലോഗാണ്. അപ്പോൾ അത് ലാലേട്ടൻ പറയുമ്പം അത് ലാലേട്ടൻ ഇതുവരെ എൻ്റെ അടുത്ത് ചോദിച്ചില്ല എന്താ മോനെ മമ്മൂക്ക പറഞ്ഞ ഡയലോഗില്ലേ, അതെന്തിനാ ഞാൻ പറയുന്നത് ചോദിച്ചു. അതൊരു റെസ്പെക്റ്റാണ്. അത് അവരത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവൻ മമ്മൂക്കയുടെ ഒപ്പമുള്ള ഫോട്ടോ ഉള്ള സീക്വൻസ് ഉണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞ് മമ്മൂക്കയുടെ മേളിലുള്ള ഫോട്ടോ കണ്ടോ എന്നല്ലാണ്ട് ഞാൻ മമ്മൂട്ടിക്കാന്ന് പറയാം, ഞാൻ മമ്മൂട്ടിക്കാന്ന് പറയാം. അപ്പം പറഞ്ഞാൽ ശരി എന്നാൽ പിന്നെ മമ്മൂട്ടിക്ക. അപ്പോൾ മമ്മൂട്ടിക്ക അപ്പോൾ ആ ഡയലോഗ് അങ്ങനെ മമ്മൂട്ടിക്കയുടെ മുകളിലുള്ള ഫോട്ടോ ഉണ്ടോ, അതാണ് ഞങ്ങളുടെ മാസ്റ്റർ പളനി മാസ്റ്റർ എന്നാണ് പറയുന്നത്. അപ്പം മമ്മൂട്ടിക്ക എന്ന് വിളിക്കാനുള്ള തോന്നലുകൾ അല്ലെങ്കിൽ വേണമെങ്കിൽ അറഗൻ്റായിട്ടും ഈ ഈഗോ ഫ്ലൈറ്റും എന്താ പറയുക ഫാൻ ഫൈറ്റും അല്ലെങ്കിൽ ഈഗോസും ഒക്കെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും പറയാമല്ലോ ആ മമ്മൂട്ടിയുടെ മുകളിലുള്ള ഫോട്ടോ ഉണ്ടോ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് തിരുത്താനൊന്നും പറ്റില്ല. ആ സമയം സാർ അങ്ങനെ പറയാമെന്ന് നമ്മൾ പോകും. പക്ഷേ അവർ രണ്ടുപേരും ഞാൻ പറഞ്ഞ അപ്പുറത്തിപ്പം ഒരു സ്ഥലത്ത് പോലും നമ്മൾ മമ്മൂക്ക ചെയ്ത സ്റ്റെപ്പാണ് നമ്മൾ ലാലേട്ടൻ കൂടി ചെയ്യിച്ചത്. മമ്മൂക്ക ചെയ്ത സ്റ്റെപ്പ് നീ ചെയ്തടാന്ന് പറയുമ്പം ഒരു നാണോ ഇല്ലെങ്കിലും ചെയ്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പം അതെന്തിനാന്ന് സീരിയസ്ലി അതെന്തിനാണ് മോനെ അങ്ങനെ നമ്മൾ ചെയ്യുന്നത്, അതിൻ്റെ പിന്നിൽ ഉദ്ദേശം എന്താണ് എന്ന് ഇന്നേ വരെ എൻ്റെ അടുക്കൽ ഈ മൊമെൻ്റ് വരെയും ലാലേട്ടൻ ചോദിച്ചിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു മമ്മൂക്ക ഇടയ്ക്ക് ചെന്നാൽ മമ്മൂക്ക അത് ചോദിക്കുമോയെന്ന് എനിക്കറിയില്ല, എനിക്ക് അനുഭവമില്ല. പക്ഷെ ചോദിക്കില്ല എന്ന് തന്നെ വിശ്വാസം. അതിൻ്റെ സിമ്പിൾ ഉത്തരം ഇത്രയാണ്, ഇവർ രണ്ടുപേരും അപ്പുറം 2 പില്ലർ പോലെ നിൽക്കുന്നതാണ് നമ്മുടെ ഇൻഡസ്ട്രി. അത് ഈ ഫാൻ ഫൈറ്റും അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ നിങ്ങളും അല്ല എന്താണോ കാണുന്ന ഫാൻ ഫൈറ്റ് പരിപാടികളൊക്കെ നിങ്ങളുടെ കുറച്ച് നേരത്തെ ചൊറിച്ചിൽ മാറാനുള്ള ഐറ്റങ്ങൾ മാത്രമേ ആവുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നും ഇവർ നിങ്ങൾക്കൊന്നും തൊടാൻ പറ്റുന്നതിന് അപ്പുറമാണ്. തീർച്ചയായിട്ടും അടിപൊളി സാർ. അതുപോലെ ഇപ്പോൾ ലാലേട്ടനുമായിട്ട് നെക്സ്റ്റ് പ്രൊജക്റ്റ് ഞങ്ങൾ എന്നാണ് വെയിറ്റ് ചെയ്യേണ്ടത്? എത്ര ആൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യണം? അല്ല ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു സിനിമ ചെയ്യാനുള്ള ഓപ്ഷൻസും ഒക്കെ ഓപ്പണാണ് കാര്യങ്ങൾ. ഈ പറയുന്ന പോലെ രഞ്ജിത്തേട്ടൻ തന്നെ ആയിരിക്കും അങ്ങനെ ഓരോ സാധ്യത നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഓപ്പണാക്കി വെച്ചിട്ടുണ്ട്. അത് ഈ സിനിമ റിലീസാകുന്നതിന് മുന്നേ തന്നെ എപ്പം വേണമെങ്കിലും നമുക്കൊരു സിനിമ ഇനിയും ഓപ്പറേറ്റ് ചെയ്യാമെന്നുള്ള ഓപ്പണിംഗ് ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ഇനിയും നമ്മുടെ മുന്നിൽ അത് ഓപ്പൺ തന്നെയാണ്. അത്
എന്താ പറയുക, അത് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക്. എപ്പോഴാണെങ്കിലും ലാൽസാറിൻ്റെ ഒരു നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ മോനെ നമുക്ക് ചെയ്യാമെന്ന് പറയും എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ആ സ്ക്രിപ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമുക്ക് തുടരും അത്രയേറെ ആളുകൾക്ക് ഉള്ളിൽ ഇത്രയേറെ പതിഞ്ഞൊരു സിനിമ ആയതുകൊണ്ട് തന്നെ ഇനി ഞാനും രഞ്ജിത്തേട്ടനും ലാലേട്ടനും ഒക്കെ ഒരു കൊളാബറേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഒരു മിനിമം തുടരുമാണ് എക്സ്പെക്റ്റ് ചെയ്യണത്. അപ്പോൾ അതിനെ എങ്ങനെ ചലഞ്ച് ചെയ്യുന്ന രീതിയിൽ സ്ക്രിപ്റ്റുകൾക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നല്ല സ്ക്രിപ്റ്റുകൾ എൻ്റെ കയ്യിലില്ല, ഞാനായിട്ട് എഴുതിയിട്ടില്ല. ഞാൻ എൻ്റെ കൂടെ ഉള്ളവരോടും അല്ലെങ്കിൽ പുറത്തു നിന്നുമൊക്കെ ഉള്ള ആളുകളിൽ നിന്നൊക്കെ നല്ല സ്ക്രിപ്റ്റുകളുണ്ടോ എന്നൊക്കെ ഞാൻ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് വന്നാൽ അത് ലാൽ സാറിനെ എക്സൈറ്റ് ചെയ്യിക്കുന്നതാണെങ്കിൽ, ഇവൻ സുനിലാണെങ്കിൽ പോലും, സുനിലിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും അങ്ങനത്തെ സ്ക്രിപ്റ്റുകൾ വന്നാൽ ഉറപ്പായിട്ടും ലാൽ സാറിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെല്ലും. ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് വന്നാൽ മാത്രമേ ചെയ്യൂ. അല്ലെങ്കിൽ ഒരു സിനിമയെങ്കിൽ ഒരു സിനിമ അത് ഹാപ്പി ആൻഡ് പ്രൗഡായിട്ട് അവിടെ ഇരുന്നാൽ മതി. അത് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു മോശം സിനിമ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്ത് നിലത്തേക്ക് ഇടുകയും ചെയ്യും. അപ്പം ഇപ്പം നമുക്ക് ആളുകൾ തരുന്ന സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ ഉണ്ട്. അത് ഞാനായിട്ട് ഇല്ലാണ്ടാക്കില്ല. ഉറപ്പാണ് ഞങ്ങൾക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി ഇതിന്റെ വിശേഷങ്ങൾ പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, ഒരുപാട് കഥകൾ പറയാനുണ്ട്. അതെ, അപ്പൊ എന്തായാലും അവസാനമായിട്ടൊരു കാര്യം ചെയ്യുന്നത്, ഇപ്പോൾ ഒരു നടനാവുന്ന തരുൺ മൂർത്തി ഇൻഡസ്ട്രിയിലെ, മലയാളം ഇൻഡസ്ട്രിയിലെ ഒരു നടൻ ആവേണ്ട ഒരാളായിരുന്നു. പക്ഷേ ആവില്ല. പക്ഷെ തിരിഞ്ഞ് ഇപ്പം ഈ മേഖലയിലേക്ക് എത്താൻ പുറകിൽ നിന്ന് പ്രചോദനം തന്നത് അച്ഛൻ തന്നെയാണോ കൂടുതലായിട്ട്? സിനിമയൊക്കെ അവർക്ക് പേടിയായിരുന്നു. സിനിമയിൽ എന്താകും, ആനുണ്ട് നമുക്ക് സിനിമയിൽ. സിനിമ ഈ പറയുന്ന വെട്ടും എന്താണ് പുറകിൽ നിന്നുള്ള കുത്തും ചവിട്ടും ഒക്കെ വരുമ്പോൾ നീ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും, നിന്നെ സപ്പോർട്ട് ചെയ്താൽ നിൽക്കാൻ വേണ്ടി നിനക്കൊരു ഗോഡ് ഫാദർ കൈൻഡ് ഓഫ് ആൾക്കാരും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്ന ഭയപ്പാടുകൾ ഉള്ളതുകൊണ്ട് എന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഇല്ല. ആരാണ് തരുൺ ചേട്ടൻ സിനിമയിലേക്ക് കാല് കുത്താൻ ഒറ്റയ്ക്കാണ്? എൻ്റെ ആഗ്രഹം മാത്രമാണ് സിനിമ എത്താൻ. അവർക്ക് അച്ഛനും അമ്മയ്ക്കൊക്കെ സൊസൈറ്റിയിൽ നല്ല ആളുകൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരു പൊസിഷനിൽ ഇരിക്കണം എന്നുണ്ട്. അത് ചിലപ്പം ജോലി സംബന്ധമായിട്ടൊക്കെ ആയിരിക്കും. അതിനോടൊപ്പം കലയും പ്രവർത്തനങ്ങളും ഒക്കെ കൊണ്ടുപോകണം എന്നുള്ളത്. കല എപ്പോഴും സെക്കൻഡറി ആയിരിക്കണം. അങ്ങനെയായിരുന്നു ആഗ്രഹം. എൻ്റെ പേഴ്സണൽ ആഗ്രഹമാണ് എനിക്ക് സിനിമയിലെത്തണം. സിനിമയിലാണ് എനിക്ക് പേരെടുക്കേണ്ടത്, സിനിമയിലാണ് ആളുകൾ എന്നെ നോട്ടീസ് ചെയ്യപ്പെടേണ്ടത് എന്ന് പറയുന്നത് എൻ്റെ മാത്രം ആഗ്രഹമായിരുന്നു. അപ്പം അതിന് ഞാൻ ഇപ്പോൾ ജോലിക്ക് പ്രോപ്പറായിട്ട് ജോലികൾ ചൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ സമയങ്ങളൊന്നും വീട്ടിൽ മുറികളിൽ നിന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് കണ്ടപ്പോൾ ചില സമയത്ത് അച്ഛൻ എന്താ പറയുക, നമ്മളെ പല ഓഡീഷനൊക്കെ ലീവൊക്കെ എടുത്ത് ഓഡീഷനൊക്കെ പോയി നമ്മൾ നിസ്സഹായരായിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്ന കാണുമ്പോൾ ഒരു സമയത്ത് അച്ഛൻ്റെ ഒക്കെ അപ്പുറമുണ്ട്, ഇങ്ങനെ ആളുകളുടെ മുന്നിൽ പോയി ക്യാമറയ്ക്ക് മുന്നിൽ പോയി ഓഡീഷൻ അറ്റൻഡ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നീ നിൻ്റെ കയ്യിലിരിക്കുന്ന എഴുത്തും ചിന്തകളും പേപ്പറിലാക്കി സ്വന്തമായിട്ടൊരു തിരക്കഥ ഉണ്ടാക്കുന്നത്. നിന്നെ ആളുകൾ അപ്പം വാല്യൂ ചെയ്ത് തുടങ്ങും എന്ന് പറഞ്ഞാൽ ആ ഒരു പോയിന്റിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ തിരക്കഥയിലേക്ക് നമ്മൾ തിരിയുന്നത്. ഓക്കെ, എൻ്റെ കയ്യിൽ ചിന്തകളുണ്ട്, ഞാൻ അത്യാവശ്യം വായിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കുറേ സിനിമകൾ കാണുന്ന ആളാണ്. അപ്പം സിനിമകൾ നമുക്ക് മുന്നിൽ റിലീസാകുന്ന സിനിമകളെല്ലാം നല്ലതെന്ന് ഞാൻ പറയാറില്ല. എനിക്ക് നല്ലതെന്ന് പറയുന്ന എൻ്റെതായ കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകളും ജഡ്ജ്മെൻറ്റുകളും ഇന്നേ വരെ ശരിയാണ്. അപ്പം ആ ജഡ്ജ്മെൻ്റ് ഉണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് സിനിമ എഴുതിക്കൂടാ എന്ന് പറയുന്നതാണ് നമ്മൾ സിനിമ എഴുതി തുടങ്ങിയത്. ആ സിനിമ ഒരുപാട് ഇപ്പം നടക്കാത്ത എത്രയോ സിനിമകൾ സ്ക്രീൻ പ്ലേ ആക്കിയതിന് ശേഷമാണ് ഓപ്പറേഷൻ ആവ് എഴുതിയത്. ഇപ്പം ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് പല ഡയറക്ടർമാരുടെ അടുക്കൽ പോയി നിൽക്കും. അപ്പോൾ അവർ പലപ്പോഴും അവർ സിനിമ ആക്കാൻ അവർ കിടന്ന് എന്ന് വെച്ചാൽ ആക്ടറിൻ്റെ ഡിസിഷൻ, ഒരു പ്രൊഡ്യൂസറിൻ്റെ ഡിസിഷൻ ഒക്കെ അങ്ങനത്തെ ഡയറക്ടേഴ്സിൻ്റെ ഇടയ്ക്കിലൊക്കെ ഞാൻ ചെന്നത്. അപ്പോൾ ഒരു ഡിസിഷൻ മേക്കർ ഇല്ല അവിടെ. ഇപ്പോൾ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ പോയി നിന്ന് ഒരു അനുവാദത്തിന് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ അതാണ് എന്നെക്കൊണ്ട് ചിന്തിപ്പിച്ചത്. ഓക്കെ, ഇതിൽ അൾട്ടിമേറ്റ് ആകണമെങ്കിൽ ഡിസിഷൻ മേക്കർ ആവണം. തീർച്ചയായും. ഒന്നല്ലെങ്കിൽ പവറുള്ള ഡയറക്ടർ, അല്ലാന്നുണ്ടെങ്കിൽ നല്ല പവറുള്ള പ്രൊഡ്യൂസർ. ഉള്ള യാതൊരു സാമ്പത്തിക രീതികളും നമ്മുടെ ഇല്ല. അപ്പം എങ്ങനെ ഒരു പവർഫുൾ ഡയറക്ടർ ആവാം? അപ്പം അങ്ങനെയാണെങ്കിൽ സ്റ്റാറുകൾ ഇല്ലാണ്ട് പടങ്ങൾ ചെയ്യണം, എന്നിട്ട് നമ്മളുടെ പേര് ഇവിടെ അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് ജാവയിലൊക്കെ നമ്മൾ തുടങ്ങുന്നത്. അങ്ങനെ ജാവ തുടങ്ങി, രണ്ടാമത് സൗദി വെള്ളമൊക്കെ തുടങ്ങി. അപ്പം നമ്മുടെ ഒരു ഡയറക്ടറിൻ്റെ ലേബലിൽ സിനിമ അറിയപ്പെട്ടാന്ന് തുടങ്ങി. ദെൻ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഭാഗ്യം പോലെ ലാലേട്ടനെ പോലത്തെ ഒരു ആക്ടറിനെ കിട്ടി. അപ്പം നമ്മൾ ചെയ്ത വർക്ക് കുറച്ചും കൂടി വോളിയത്തിൽ ആളുകൾ അറിയാൻ തുടങ്ങി. അത് ലാലേട്ടൻ കംപ്ലീറ്റ്ലി മറ്റതുപോലെ ഒരു തരുൺമൂർത്തി ഫിലിം അല്ലത്, അതൊരു മോഹൻലാൽ സിനിമ തന്നെയാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ ഒരുപാട് ആളുകൾ എൻ്റെ പഴയ സിനിമകൾ റീവിസിറ്റ് ചെയ്യുന്നുണ്ട്. തുടരും എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടറിൻ്റെ സിനിമയാണെന്ന് പോയി ഓപ്പറേഷൻ ജാവയും സൗദി വെള്ളമൊക്കെ കാണുന്നത്. അപ്പോൾ എന്നെ അത് അങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു ബ്രാൻഡ് ആക്ടറിനെ വെച്ച് ചെയ്തപ്പോൾ
എനിക്ക് എൻ്റെ വർക്കിന് കുറച്ചും കൂടി എക്സ്പോഷർ കിട്ടി, അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. സോ ഇങ്ങനെയാണ്. എന്തായാലും ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ മുമ്പിലിരിക്കുന്ന ആ ഒരു പവർഫുൾ ഡയറക്ടർ ആ ഒരു സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി ആരൊക്കെ കണ്ണടച്ചും ഏതൊക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അവരോടെല്ലാവരോടും ഞങ്ങൾ നന്ദി പറയുകയാണ്. കാരണം ഇത്രയും നല്ലൊരു ഡയറക്ടർ ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് മലയാള സിനിമയ്ക്ക് തന്നതിന് ഞങ്ങൾ എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയും സപ്പോർട്ടും എപ്പോഴും ഉണ്ടാവും. എല്ലാവിധ ആശംസകളും ഞങ്ങൾ തുടരും കൂടെ ഉണ്ടാവും. നന്ദി. താങ്ക് യു സർ.